സർ, മന്ത്രിസഭയിൽ പലരെയും ഉൾപ്പെടുത്തിയില്ല എന്നുള്ള ആക്ഷേപം ഉയരുന്നുണ്ട്. ശരിയാണ്. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ അൻവർ സാദത്ത്, അദ്ദേഹം 4 ടേം ആലുവയിൽ നിന്ന് MLA ആയ ഒരു നേതാവാണ്. ചാണ്ടി ഉമ്മൻ ആദ്യത്തെ തവണയാണ് MLA ആയിരുന്നു. വീണ്ടും അദ്ദേഹം ഏറെ ജനപ്രീതിയോടെ തന്നെ അദ്ദേഹം വരികയും ചെയ്തു. അതുപോലെ VT ബൽറാം, ഇതില് VT ബൽറാമും ചാണ്ടി ഉമ്മനെയും നോക്കുമ്പോൾ ഹൈ ക്വാളിഫൈഡ് ആണ്. അപ്പോൾ എന്നിട്ട് VD സതീശൻ പറയുന്നുണ്ട്, അർഹരായിട്ടുള്ള ഒരുപാട് പേര് ഇനിയും പുറത്ത് നിൽക്കുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു മുഖ്യമന്ത്രി ഇരുന്നിട്ട് പറയുകയാണ് അർഹരായിട്ടുള്ള ഒരുപാട് പേര് പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കയറിക്കൂടിയതെല്ലാം പല രീതിയിലുള്ള പ്രാതിനിധ്യം കൊണ്ട് മാത്രം കയറിക്കൂടിയവരാണെന്നുള്ള ഒരു തുറന്നു പറച്ചിൽ കൂടിയല്ലേ? തീർച്ചയായിട്ടും. അതായത് കോൺഗ്രസിന്റെ കാര്യത്തിൽ ഒരിക്കലും ഒരു പാർട്ടി എന്ന നിലയ്ക്ക് കോൺഗ്രസ് ഓപ്പറേറ്റ് ചെയ്തിട്ടില്ല. കോൺഗ്രസ് ഒരു പ്ലാറ്റ്ഫോമാണ്. അതിപ്പോഴല്ല കേട്ടോ, ഗാന്ധിയുള്ള കാലത്തും നെഹ്റുള്ള കാലത്തും ഒക്കെ ഒരു ഇൻക്ലൂസീവ് പ്ലാറ്റ്ഫോമാണ്. അത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു കൾച്ചറാണ്. അത് ശരിക്കും അതങ്ങനെ തന്നെ വന്നതാണ്. എല്ലാവർക്കും അവനവൻ്റെ പ്രാതിനിധ്യം വയ്ക്കുക. അതുകൊണ്ട് തന്നെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് ഇത് ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല. അതിനാകെ വ്യത്യാസം വന്നത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായതിനു ശേഷം. അപ്പോഴാണ് കോൺഗ്രസിൻ്റെ സംഘടന തകർന്നു പോയത്. സംഘടനാ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു പാർട്ടിയാണ് ഉണ്ടായത്. ഇന്ദിരാ കോൺഗ്രസും സംഘടനാ കോൺഗ്രസും. അതോടുകൂടി എന്ന് പറഞ്ഞാൽ ഒരു ഹൈക്കമാൻഡ് വരുന്നു. മുമ്പ് ഹൈക്കമാൻഡും ഉണ്ട് കോൺഗ്രസ്, നെഹ്റു ഒക്കെ പോലെ ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ഇമ്പോസിങ് അല്ല. നേരെ മറിച്ച് ഇവിടെ ഇമ്പോസിങ് വന്നു. അങ്ങനെ ഇമ്പോസിങ് വന്ന് കോൺഗ്രസിൻ്റെ സംഘടന ഇല്ലാണ്ടായി. ഇന്ദിരാഗാന്ധിയുടെ മഹത്വത്തിൽ ജയിച്ചു കയറി തോറ്റു. അത് കഴിഞ്ഞ് രാജീവ് ഗാന്ധി വരെ ഒരു പരിധിവരെ മരണമൊക്കെയായി ബന്ധപ്പെട്ട് വന്നു. അതിനുശേഷം ആ ക്ലൗട്ടും പോയി. നെഹ്റു ഗാന്ധി ഫാമിലിയുടെ ക്ലൗട്ടും പോയി. ഇപ്പം നമ്മളത് പറയുന്നുണ്ടെങ്കിലും അത്ര വലിയ ഇമ്പ്രസീവ് അല്ല. ഇപ്പം ശരിക്കും രാഹുൽ ഗാന്ധി അത് റീബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആ ക്ലൗട്ടല്ല പൊളിറ്റിക്കലി. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചു വെച്ചാൽ വീണ്ടും കോൺഗ്രസിന് പ്ലാറ്റ്ഫോമായി വർക്ക് ചെയ്യാനേ പറ്റൂ, ഒരു ഡെമോക്രാറ്റിക് പ്ലാറ്റ്ഫോം. അപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളും ഞങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന് പറയേണ്ടതുണ്ട്. ഇപ്പോൾ പാർട്ടികൾക്ക്, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് വേണ്ട. 10 നായന്മാർ മന്ത്രിയായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ആരും ചോദിക്കാൻ പോകില്ല. കഴിഞ്ഞ മന്ത്രിസഭയിൽ 10 നായന്മാരായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് നിങ്ങൾ ജാതിയാധിപത്യം ഉണ്ടോ, സ്ത്രീ ഉണ്ടോ, മുസ്ലിം ഉണ്ടോ, അല്ലെങ്കിൽ ലാറ്റിൻ കാത്തലിക് ഉണ്ടോ, ഇതൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. ആരും ചോദിക്കൂല. കാരണം അത് പാർട്ടിയാണ്. ഏകമുഖം പോളിംഗ് തീരുമാനിച്ചവരാണ് പാർട്ടി. അതിൽ പരാജയപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. അത് വേറൊരു വിഷയം. ഇനി ഇൻക്ലൂസീവ് പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ പറ്റൂ. കാരണം പുതിയ ജനാധിപത്യം അങ്ങനെയാണ്. പഴയ ജനാധിപത്യം ഇനി നിലനിൽക്കില്ല. ഇൻക്ലൂസീവ് എല്ലാ വിഭാഗം ജനങ്ങളും, കാരണം എല്ലാ വിഭാഗം ജനങ്ങളും റെപ്രസെൻറ്റേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ജാതി മതം എന്ന് മാത്രമല്ല. ഇപ്പം സ്ത്രീകൾ, ഈ മന്ത്രിസഭയുടെ ഏറ്റവും കുറവ് ഞാൻ കാണുന്നത് ഈ ഒരു വനിതാ മുഖ്യമന്ത്രി വരെ ആവണം എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയാണ്. ഇപ്പോൾ വനിതകൾക്ക് കഷ്ടിച്ച് 2.5 മന്ത്രിസ്ഥാനമുള്ളൂ. 2 മന്ത്രിയും 1/2 മന്ത്രി, ഡെപ്യൂട്ടി സ്പീക്കർ. ഞാൻ അങ്ങനെ കാണുള്ളൂ. 2.5 മന്ത്രിയുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് വരാതിരുന്നത്? ഇപ്പം ജയിച്ചവരിൽ തന്നെ 10-11 സ്ത്രീകളെ ആകെ ഉള്ളൂ. അപ്പോൾ അതെന്തുകൊണ്ട് വന്നില്ല? അതുകൊണ്ട് സ്ത്രീകളുടെ പ്രാതിനിധ്യത്തെ സംബന്ധിച്ച് വലിയ പ്രശ്നമുണ്ട്. 50% സ്ത്രീകളുണ്ട് കേരളത്തിൽ, 50 കൂടുതലുണ്ട്. അപ്പോൾ മാത്രമല്ല, നമ്മുടെ സ്ത്രീകൾക്ക് കഴിവില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളൊക്കെ 50% റിസർവേഷൻ വെച്ച് നടന്നു വരുന്നതാണ്. ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, നഗരസഭ ഒക്കെ അവർ ഭരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ആളില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ രാഷ്ട്രീയ പാർട്ടികളിൽ ഇപ്പോഴും ഇൻക്ലൂസീവ്നെസ് കൊണ്ടുവരാൻ കഴിയാത്ത ഒന്ന് സ്ത്രീകളാണ്. അതിലെനിക്ക് തോന്നുന്നു ആകെ വ്യത്യാസം വരുത്തിയ ഒരു രാഷ്ട്രീയ നേതാവ് മമതയാണ്. ഒരു തോറ്റുപോയെങ്കിലും ഇപ്പോഴും അവരുടെ ജയിച്ചവരിൽ വലിയൊരു പങ്ക് വനിതകളാണ്. വേറൊരു രാഷ്ട്രീയ നേതാവ് അങ്ങനെ ചെയ്തു എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ പ്രശ്നം കേരളത്തിലെ സാമൂഹ്യ ഘടനയാണ്. കേരളത്തിലെ സാമൂഹ്യ ഘടനയിൽ വിവിധ വിഭാഗങ്ങൾ അവരുടേതായ ക്ലൗട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മന്ത്രിസഭ വന്നു കഴിഞ്ഞപ്പോൾ യുവാക്കളുടെ സംഗതി, കുറേ യുവാക്കൾ വന്നിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. കുറേ യുവാക്കൾ, ഇപ്പോൾ റോജി എം ജോൺ ആയാലും ജനീഷ് ആയാലും വിശ്വനാഥ് ആയാലും അതുപോലെയുള്ള ആളുകൾ, തുളസി പോലും ഞാനൊരു ഒരു യങ് ആ ജനറേഷനിലാണ് പെടുത്തുന്നത്, അല്ലാണ്ട് ഒരു ഓൾഡ് അല്ല. അപ്പോൾ യൂത്ത് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാനിപ്പോഴും കാണുന്നത്, കുറച്ചൊക്കെ റെപ്രസെൻറ്റേഷൻ. പക്ഷേ അപ്പോഴും യഥാർത്ഥത്തിൽ വരേണ്ട യൂത്ത് എല്ലാം വന്നോ എന്ന ചോദ്യം സതീശൻ പറഞ്ഞ് കറക്റ്റാണ്. 63 കോൺഗ്രസ്സുകാരിൽ 12 പേർക്കല്ലേ കിട്ടുള്ളൂ. അതിൽ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പിന്നെ 11 പേർക്കല്ലേ ഉള്ളൂ. അപ്പോൾ 52 പേര് പുറത്തു പോലും. എങ്ങനെയാലും 52 ആൾ പുറത്താണ്. അപ്പോൾ ന്യായമായിട്ടും ഈ പറഞ്ഞ സമ്മർദ്ദങ്ങൾ വരും. പ്രാദേശികം, ഗ്രൂപ്പ് എല്ലാം വരും, ഇല്ലയെന്ന് പറയുന്നില്ല. അതൊക്കെയാണല്ലോ നമ്മുടെ എല്ലാ കാലത്തെയും കളികൾ.
ഈ സാമൂഹ്യ സമ്മർദ്ദങ്ങൾക്കൊപ്പം തന്നെ ഗ്രൂപ്പ് സമ്മർദ്ദം വരുമല്ലോ, അത് നമ്മൾ കാണുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഏറ്റവും പെർഫെക്റ്റ് ആയ ആളെ വയ്ക്കാൻ പറ്റില്ല. അത് സ്വാഭാവികമാണ്. കാരണം ഇപ്പോൾ ഇതിൽ ഇപ്പം ഞാൻ എന്നോടൊരു മന്ത്രിസഭ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഞാൻ ഇതിലുള്ള പകുതി പേരുണ്ടാവില്ല. കാരണം മന്ത്രിസഭ എല്ലാം പുതിയതായിക്കൂടാ. കാരണം മുഖ്യമന്ത്രി പുതിയത്, ബാക്കി എല്ലാവരും പുതിയത്, അങ്ങനെ വരാൻ പാടില്ല. കാരണം അതിനൊരു ഇതുണ്ട്. നേരം ഇപ്പോൾ പിണറായി വിജയൻ മന്ത്രിസഭയ്ക്ക് കഴിഞ്ഞോടെ പറ്റിയ പ്രശ്നം അതാ. അതിന് മുമ്പുള്ള എല്ലാ എഫിഷ്യൻ്റായ ആളുകളെയും മാറ്റി നിർത്തി. എന്നിട്ട് അവസാനം വന്നു കഴിഞ്ഞപ്പോൾ ഒരു മന്ത്രിയുടെ പേര് പോലും ആളുകൾ ഓർക്കാത്ത സ്ഥിതിയായി. വല്ല തെറി കേൾക്കണ മന്ത്രിയുടെ പേര് മാത്രമാണ് ആളുകൾ ഓർക്കുക. ഇപ്പം ചീത്ത പറയാനാണ് വീണ ജോർജിനെ ആണല്ലോ ഓർക്കുക, ബിന്ദുവിനെ ആണല്ലോ ഓർക്കുക, സജി ചെറിയാനെ ആണല്ലോ ഓർക്കുക. അങ്ങനെയാണ് അവർക്കെതിരെ പറയുന്നതാണ്. അല്ലാണ്ട് അവർ ചെയ്ത എന്തെങ്കിലും മഹത്തരമായ കാര്യമല്ല. നേരെ മറിച്ച് മന്ത്രിമാർ അങ്ങനെയല്ല. മുമ്പ് മന്ത്രിമാർ അങ്ങനെയല്ലല്ലോ, ഞങ്ങൾ ചെയ്ത നല്ല കാര്യത്തിന് ഞങ്ങളെ ഓർക്കുക എന്നുള്ളത്. അപ്പോൾ അത് ആ എക്സ്പീരിയൻസിൻ്റെ കുഴപ്പമുണ്ട്. കഴിഞ്ഞ പിണറായി മന്ത്രിസഭയിൽ CPIയുടെയും മുഴുവൻ പുതിയ മന്ത്രിമാർ, CPMൻ്റെയും പുതിയ മന്ത്രിമാർ. അപ്പോൾ ആളില്ല മന്ത്രി. അപ്പോൾ അതും കുറവാണ്. അപ്പോൾ യൂത്ത് മാത്രം വേണമെന്ന് ഞാൻ പറയുന്നില്ല, സ്ത്രീകൾ മാത്രം വേണമെന്ന് പറയുന്നില്ല. പക്ഷെ അവരുടെ റെപ്രസെൻറ്റേഷൻ, ഏജ്, ജെൻഡർ, ഇനി ജാതി മതം എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷൻ. തീർച്ചയായിട്ടും കേരളത്തിൽ കോൺഗ്രസ് എല്ലാ കാലത്തും ജാതി മത റെപ്രസെൻറ്റേഷൻ നോക്കിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ കരുണാകരനുള്ള കാലത്ത് നോക്കിയിട്ടുണ്ട്, ആൻ്റണി ഉള്ള കാലത്ത് നോക്കിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് അവരുടെ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാറ്റ്ഫോം. ഇവിടെ ഇപ്പോൾ ബൽറാം, യഥാർത്ഥത്തിൽ ഞാൻ ആദ്യം കൊടുക്കുന്ന പേരുകളിലൊന്ന് ബൽറാമിൻ്റെ ആകുമായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബൽറാമാണ് ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്സ്, രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ പറയുന്ന പൊളിറ്റിക്സ് കേരളത്തിൽ 100% പറയുന്ന ആൾ ബൽറാമാണ്. കാരണം വരുംകാല രാഷ്ട്രീയത്തിൽ നീ പറഞ്ഞതുപോലെ പിന്നോക്ക ദളിത് വിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ, അവരുടെ രാഷ്ട്രീയ മുഖമായി കോൺഗ്രസ് മാറണം. അങ്ങനെ തന്നെയാണ് രാഹുൽ ഗാന്ധി അത് ഉദ്ദേശിക്കുന്നത്. കാരണം അടിച്ചമർത്തപ്പെട്ട വിഭാഗം അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ കിട്ടാത്ത വിഭാഗം, അവർ റെപ്രസെൻറ്റേഷൻ വരണം. ആ അർത്ഥത്തിൽ ബൽറാം, അതുപോലെ ബൽറാം സാമ്പത്തിക സംവരണത്തെ 100% എതിർത്ത ആളാണ്. ബൽറാം ജാതി സെൻസസ് നടപ്പാക്കണം എന്ന് ഉറപ്പിച്ചിപ്പോഴും അതും അധികം നായന്മാരുള്ള മണ്ഡലത്തിൽ പോലും നിന്ന് ആവശ്യപ്പെടുന്ന ഒരാളാണ് ബൽറാം. ഞാൻ പറഞ്ഞത് അതുപോലെ കറകളഞ്ഞ RSS വിരുദ്ധനാണ്, ഒരു സംശയമില്ല. RSSകാർ തോൽപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം തോൽപ്പിക്കുന്ന ആൾ ബൽറാം ആയിരിക്കും. അതുകൊണ്ട് ഒരു സ്റ്റാൻഡുള്ള ഒരാളാണ്. ചില അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്, AKജിയെ പറ്റി പറഞ്ഞു നോക്കാം, അതൊന്നും ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അത് അബദ്ധമെന്നോ ദുർവ്യാഖ്യാനമെന്നോ ഒക്കെ പറയാം. പ്രശ്നം എന്താ വെച്ചാൽ എന്തുകൊണ്ട് ബൽറാം വന്നില്ല എന്ന് വെച്ചാൽ അതിൽ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ ഒരു വലിയ പ്രശ്നമുണ്ട്. നമ്മൾ കണ്ടതാണ്. ചാണ്ടി ഉമ്മനെ വെട്ടുമ്പോൾ ബൽറാമിനെ വെട്ടാണ് ഇപ്പോഴത്തെ. അങ്ങനെയാണ് റോജി എം ജോണും ജിനേഷും വരുന്നത്. ഇപ്പം ജനേഷ് റോജി എം ജോൺ വന്നതിന് എനിക്ക് രണ്ടുപേരും ക്വാളിഫൈഡ് ആയ ആളുകളാണ്, രണ്ടുപേരും യൂത്താണ്. റോജി എം ജോൺ JNUവിലൊക്കെ പഠിച്ച് അങ്ങനെയൊക്കെയുള്ള വേറൊരു ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളാണ്. പക്ഷേ അതിനേക്കാൾ പ്രിഫറൻസ് ഇപ്പോൾ മാത്യു കുഴൽനാടൻ ഏതർത്ഥത്തിലും മന്ത്രിയാവേണ്ട ഒരാളാണ്. എന്തുകൊണ്ട് മാത്യു കുഴൽനാടൻ മന്ത്രിയായില്ല? അത് വലിയ ഭൂരിപക്ഷത്തോടുകൂടി മാത്യു കുഴൽനാടൻ ജയിച്ചു. പക്ഷേ പ്രശ്നം വേറൊരു കുഴപ്പമുണ്ട്. എറണാകുളം ജില്ലയിൽ നിന്ന് എത്ര മന്ത്രി പറ്റുന്നുള്ള ചോദ്യമുണ്ട്. ഇപ്പോൾ അൻവർ സാദത്തിൻ്റെ ചോദ്യം ചോദിച്ചു പോയി, എറണാകുളം ജില്ലയിൽ നിന്ന് എത്ര മന്ത്രി പറ്റും? ഇപ്പോൾ സതീശൻ ഇവിടുന്ന് ഓൾറെഡി ഉണ്ട്, അനൂപ് ജേക്കബ് ഉണ്ട്, മുസ്ലിം ലീഗിൽ നിന്ന് അഹമ്മദ് ഗഫൂർ ഉണ്ട്, പിന്നെ ഇനിയൊരാളെയും കൂടി എടുത്താൽ 5 ആൾ എടുത്താൽ ഇപ്പം റോജി എം ജോൺ ഉണ്ട്. 5ാമത്തെ ആൾ വന്നാൽ എറണാകുളം ആകെ 21 മന്ത്രിമാരിൽ 14 ജില്ലയുണ്ടെന്ന് പറയുമ്പോൾ ഇപ്പം തന്നെ 3 ജില്ലകൾക്ക് റെപ്രസെൻറ്റേഷൻ ഇല്ല. കാസർഗോഡില്ല, കോഴിക്കോടില്ല, ഇടുക്കിയില്ല. ആകെയുള്ളതൊരു ഇടുക്കിക്കുള്ള ഒരു അബുവിൻ്റെ ഒരു ചീഫ് വിപ്പ് മാത്രമാണ്. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനേക്കാൾ എനിക്ക് അതുകൊണ്ട് ഇത്തരം ദൗർബല്യങ്ങൾ, അൺബാലൻസിങ് എന്ന് പറയില്ലേ, അൺബാലൻസുകൾ ഇതിലുണ്ടാവും. പക്ഷേ അന്തിമമായി ഇതൊക്കെ തുടക്കത്തിലുള്ള കാര്യമാണ്. അന്തിമമായി നോക്കുന്നത് ഇതൊന്നുമല്ല, ഇവരുടെ മെറിറ്റാണ്, മന്ത്രിമാരുടെ മെറിറ്റാണ്. രണ്ടാം പിണറായി സർക്കാരിന് പറ്റിയ അതേ അബദ്ധം ഇവിടെ പറ്റരുത്. കാരണം മെറിറ്റില്ലാത്ത മന്ത്രിമാർ വന്നാൽ അത് മൊത്തം മന്ത്രിസഭയുടെ പ്രശ്നങ്ങളാവും. വിഡിത്തം പറയുന്ന മന്ത്രിമാർ, സജി ചെറിയാനെ പോലെ, കുന്തംകുട ചക്രം എന്നൊക്കെ പറയുന്ന മന്ത്രിമാർ വന്നാൽ തന്നെ ആ മന്ത്രിസഭ ഡൗൺ ആയിപ്പോൾ. അത് എങ്ങനെ കൊണ്ടുപോകാൻ കഴിയും? പിന്നെ മന്ത്രിസഭയുടെ മുമ്പിലുള്ള മറ്റ് പ്രശ്നങ്ങൾ. അപ്പോൾ പ്രാതിനിധ്യപരമായി ഈ മന്ത്രിസഭയിൽ ഞാൻ കണ്ട ഏക ഗുണം 2 SC മന്ത്രിമാരുണ്ടെന്നുള്ളത്. അതിലൊരു SC സ്ത്രീയും കൂടിയാണ്, തുളസി. അത് ചെറിയ കാര്യമല്ല. 2 SC മന്ത്രിമാർ വരിക എന്നുള്ളത് അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല. നമ്മുടെ ഒരു മന്ത്രിസഭയിലും 2 SC മന്ത്രിമാർ വന്നിട്ടില്ല. മാത്രമല്ല ഇപ്പോൾ അനിൽകുമാർ, ഞാൻ മനസ്സിലാക്കുന്നത് വൈദ്യുതി പോലെയുള്ള ഒരു വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. തുളസി ആയിരിക്കും SC/ST ക്ഷേമം, അത് വെള്ള വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ആ അർത്ഥത്തിൽ വളരെ 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 പ്രധാനമാണ് 2 SC ഉണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ലാറ്റിൻ കാത്തലിക്കിന്
റെപ്രസെൻറ്റേഷനിലെ കോൺഗ്രസ്. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായി തീരദേശത്തെ ഏതാണ്ട് എല്ലാ സീറ്റും എന്ന് പറഞ്ഞ പോലെ UDF പിടിച്ചതാണ്, പാറശാല ഒഴിച്ച ബാക്കി എല്ലാ സീറ്റും. ലാറ്റിൻ കാത്തലിക് എറണാകുളത്തൊക്കെയുള്ള ഭൂരിപക്ഷമൊക്കെ കണ്ടാൽ അത് വൈപ്പിൻ, കൊച്ചി പോലും ലാറ്റിൻ കാത്തലിക് കാൻഡിഡേറ്റിനെ തോൽപ്പിച്ചിട്ടാണ് UDFൻ്റെ കാൻഡിഡേറ്റിനെ അവർ ജയിപ്പിച്ചത്, ഷിയാസിനെ ജയിപ്പിച്ചത്. അതുപോലെ അപ്പോൾ അവർക്ക് വേണ്ട റെപ്രസെൻറ്റേഷൻ ഇല്ല, അവർക്ക് ആകെയുള്ള ഒരു മന്ത്രി ഷിബു ബേബി ജോണാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇത് സ്വാഭാവികമായും കോൺഗ്രസ്സിന് ഇത് ഗുണമാണോ ദോഷമാണോ എന്ന് പറയാൻ പറ്റില്ല. ഇത്തരം ചോദ്യങ്ങൾ വരും. ഞാൻ പറയുന്നത് ഇത്തരം ചോദ്യങ്ങൾ ഇനി രാഷ്ട്രീയത്തിൽ വരും. കാരണം രാഷ്ട്രീയത്തിൽ സ്വത്വ രാഷ്ട്രീയം വളരെ ശക്തമായി വരികയാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ വർഗ രാഷ്ട്രീയമോ ഗാന്ധിയൻ രാഷ്ട്രീയമോ ഒന്നുമില്ല ഇനി വരാൻ പോകുന്നത്. ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിൻ്റെ ഒരു കാലമാണ്. അതാണ് പുതിയ കാലം. ആ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് യൂത്ത് ആയാലും വിമൺ ആയാലും ജാതിയായാലും മതമായാലും അത് വർഗീയത എന്ന് ഞാൻ പറയില്ല. അത് കാരണം അവർക്ക് റെപ്രസെൻറ്റേഷൻ വേണമെന്നേ, അവിടെയാണ് പ്രശ്നം. അവർക്ക് റെപ്രസെൻറ്റേഷൻ കൊടുക്കുക എന്നുള്ളത് വർഗീയതയല്ല, അത് അവരുടെ ഒരു അംഗീകാരമാണ്. അതിപ്പോൾ ഒരു ഈഴവ മന്ത്രി വന്നുകൊണ്ട് ഈഴവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അല്ലെങ്കിൽ ഒരു ദളിത് മന്ത്രി വന്നുകൊണ്ട് ദളിതർക്കാകെ എന്തെങ്കിലും ഗുണമുണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അപ്പോഴും അതിനാണല്ലോ നമ്മൾ സംവരണം കൊണ്ടുവന്നത്. അധികാരത്തിൽ റെപ്രസെൻറ്റേഷൻ എന്നുള്ളത് പ്രധാനമാണ്. ആ അർത്ഥത്തിൽ ഈ മന്ത്രിസഭയിൽ ഉണ്ടാകുന്ന കുറവ് ഈ മന്ത്രിസഭയുടെ കുറവ് തന്നെയാണ്. മെച്ചപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ലത്.